ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 80-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്ത് വശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേലെ, അതായത് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങ് ശക്തനാക്കിയവൻ്റെ മേലെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്നും പിന്തിരിയുകയില്ല. ഒരു വിധത്തിൽ ഈ വചനം അല്പം രഹസ്യമുള്ളതല്ലേ? കർത്താവേ, അങ്ങയുടെ വലത്ത് വശത്ത് നിൽക്കുന്നവൻ്റെ മേലെ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ മേലെ അങ്ങയുടെ കരം ഉണ്ടാകട്ടെ. അങ്ങയുടെ കരം അവരെ പൊതിയുമ്പോൾ, അങ്ങയുടെ വലത്ത് വശത്ത് നിൽക്കുന്ന ശുശ്രൂഷകൻ ശക്തിപ്പെടുമ്പോൾ, ഞങ്ങൾ ആസ് എ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ സമൂഹം മുഴുവനും അങ്ങയിൽ നിന്ന് അകലുകയില്ല. സത്യത്തിൽ സമൂഹം പ്രാർത്ഥിക്കേണ്ടത് ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടാണ്. കർത്താവേ, അങ്ങയുടെ വലത്ത് വശത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൻ്റെ മേലെ നിൻ്റെ കരം വരണം. ഓരോ ശുശ്രൂഷകനും ശക്തിപ്പെടുമ്പം ഞങ്ങൾ സമൂഹം മുഴുവനും അങ്ങയിൽ നിന്ന് പിന്തിരിയുകയില്ല. നമുക്ക് ഈ ദിവസം സുവിശേഷ വേലയിൽ പാതി മനസ്സോടെയും മുഴുവൻ മനസ്സോടെയും മുക്കാൽ മനസ്സോടെയും ഒക്കെയുള്ള ശുശ്രൂഷകരെ മുഴുവൻ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരം അവരെ ശക്തിപ്പെടുത്തുമ്പോൾ നമുക്കാണ് പ്രതിഫലം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയില്ല. നാം ദൈവത്തിൽ നിന്ന് അകലാത്തപ്പോൾ ഓരോ ശുശ്രൂഷയും വഴി, ഓരോ ശുശ്രൂഷകനും വഴി കൊടിയ ലാഭം, ചിന്തിക്കാനാവാത്ത ലാഭം നമുക്ക് കിട്ടും. ആ ലാഭത്തിൻ്റെ ഒരു ഓഹരിയായ പ്രാർത്ഥന ശുശ്രൂഷകർക്ക് വേണ്ടി കൊടുത്തുകൂടെ? ആമേൻ ആമേൻ.